friends, my name is Rizwan, Hydro Photography. Welcome to my new video. ഓഫ് ക്യാമറ ഫ്ലാഷ് ഫോട്ടോഗ്രാഫി എങ്ങനെ നമുക്ക് ഈസി മെത്തേഡിലൂടെ ഫോട്ടോഗ്രാഫി ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. എന്താണ് ഓഫ് ക്യാമറ ഫ്ലാഷ് ഫോട്ടോഗ്രാഫി എന്നുള്ളതല്ലേ? ഓഫ് ക്യാമറ ഫ്ലാഷ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ക്യാമറയിൽ നിന്ന് ഫ്ലാഷിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലോ ആംഗിളിലോ ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓഫ് ക്യാമറ ഫ്ലാഷ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഒന്നിലേറെ ഫ്ലാഷസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സബ്ജക്റ്റിനെയും ബാക്ക്ഗ്രൗണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ളത് ഹൈ ക്വാളിറ്റി നല്ല ഡെപ്ത് ഫീൽ ആയിട്ടുള്ള ഇമേജുകളെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. സമയം വളരെ കുറച്ച് നമുക്ക് ഈസി മെത്തേഡിലൂടെ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഈസി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡിനെ നമുക്ക് ക്യാം ഫ്രെയിം വർക്ക് എന്ന് വിളിക്കാം. എന്താണ് ക്യാം ഫ്രെയിം വർക്ക്? കോമ്പോസിഷൻ, ആംബിയന്റ് ലൈറ്റ്, മോഡിഫൈ ആൻഡ് ഫോട്ടോഗ്രാഫ്, ഇത് നാലുമാണ് ക്യാം ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഫോട്ടോഗ്രാഫിയിൽ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതല്ലേ നമുക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് വൺ നിങ്ങളുടെ കോമ്പോസിഷൻ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ഫ്രെയിം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്തെടുക്കാൻ പറ്റും. സെക്കൻഡ് വൺ ആംബിയൻ എക്സ്പോഷർ അല്ലെങ്കിൽ ആംബിയൻ ലൈറ്റ്. എങ്ങനെയാണ് ഈ ആംബിയൻ ലൈറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെന്നുള്ളതല്ലേ ആദ്യം നിങ്ങളുടെ ഇൻറ്റൻഷൻ അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു ഇമേജ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ ആംബിയൻ എക്സ്പോഷർ വളരെ ഡാർക്ക് ഫീൽ ആയിരിക്കണം. നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ളതാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ ആംബിയൻ എക്സ്പോഷർ നോർമലായിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ബേൺ ചെയ്ത് നിൽക്കുന്നതില്ല, അധികം ബേൺ അല്ല, ഒരുവിധം ലൈറ്റ് കൂടിയ രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കണം. അതനുസരിച്ചാണ് നിങ്ങളുടെ ഈ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ആംബിയൻ എക്സ്പോഷറിന്റെ സെറ്റിങ്സ് സെറ്റ് ചെയ്യേണ്ടത്. തേർഡ് വൺ മോഡിഫൈ അല്ലെങ്കിൽ ആഡ് ലൈറ്റ്. നിങ്ങൾക്ക് ഈ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഇമേജ് ആണ് നിങ്ങൾ എടുക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ആംബിയൻ എക്സ്പോഷർ ഡാർക്കൻ ആക്കിയിട്ട് ഫ്രണ്ടിൽ കൊടുക്കുന്ന ഫ്ലാഷിന്റെ പവർ കൂട്ടി കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾ എടുക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് എക്സ്പോഷറിന്റെ ലൈറ്റ് കൂട്ടുകയും ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഫ്ലാഷിന്റെ ലൈറ്റ് കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് ഫ്ലാഷിനെയും ക്യാമറനെയും സിങ്ക് ചെയ്ത് നമുക്ക് നല്ലൊരു ഇമേജിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ക്യാം ഫ്രെയിം വർക്കിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഫോട്ടോഗ്രാഫ് കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്, ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഫോട്ടോസിൽ വെച്ച് എൻ്റെ ഫ്രണ്ട് ഉണ്ട് നൗഫൽ, അവനെ കൊണ്ടും ഒരു 3 കോസ്റ്റ്യൂംസ് കൊണ്ട് നമ്മളൊരു ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു. അപ്പോൾ ഈ ഫോട്ടോഷൂട്ടിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്യുന്നത് എൻ്റെ ക്യാമറ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോൻ്റെ ബാലൻസ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു BTS നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഞാൻ അന്ന് യൂസ് ചെയ്ത ക്യാമറ സോണി A7 M3 ആണ്. അതിനോടൊപ്പം സിഗ്മ 85mm 1.4 ലെൻസ് ആണ്. പിന്നെ ഗോഡോക്സിന്റെ AD400 പ്രോയും 105 സെന്റിമീറ്ററിലെ ഒരു ബ്യൂട്ടി ബോക്സും ആണ് ഞാൻ അന്ന് യൂസ് ചെയ്തത്. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതെൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലാണ്, ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാൻ ഞാൻ എങ്ങനെയുള്ള ഫോട്ടോസാണ് എടുക്കുന്നുള്ളത്. സോ അടുത്ത വീഡിയോ കാണുന്നതോടം വരെ സൈനിങ് ഓഫ് റിസ്വാൻ. ബൈ.